السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുൽ കബായിർ അഥവാ വൻപാപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ് 3 അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വൻപാപങ്ങളുടെ ഗൗരവം, അതിലേറ്റവും വലുത്, അതിനോടടുത്തത്. അതിനുശേഷം ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ്. ഖൽബിന് രോഗം ബാധിക്കും, അതാണ് പാപങ്ങൾ. ആ പാപങ്ങളിൽ വളരെ ഗുരുതരമായതാണ് വൻപാപങ്ങൾ. ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയ്ഖ് റഹിമഹുല്ലാ 3-ാമത്തെ അധ്യായമായി ഉദ്ധരിച്ചത് ബാബുൻ ദിക്റുൽ കിബ്ർ, കിബറുമായി ബന്ധപ്പെട്ട അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില തെളിവുകളാണ്. അഥവാ കിബർ, അഹങ്കാരമെന്നത് നമ്മെ നശിപ്പിച്ചു കളയും, നമ്മുടെ ഹൃദയത്തിന് അന്ധത ബാധിപ്പിക്കും. അള്ളാഹു തആല കിബറുള്ള അഹങ്കാരികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അത്തരക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നെല്ലാമുള്ള വളരെ ഭയാനകമായ വാക്കുകളാണ്, തെളിവുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തതായി 4-ാമതായി അദ്ദേഹം കൊടുക്കുന്ന അധ്യായം ബാബുൻ ദിക്റുൽ ഉജുബി. ബാബുൻ ദിക്റുൽ ഉജുബി. അൽ ഉജുബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം കൂറുക, സ്വന്തത്തെക്കുറിച്ച് അത്ഭുതപ്പെടുക, സ്വന്തം കാര്യത്തിൽ അത്ഭുതം തോന്നുക. അഥവാ തൻ്റെ രൂപത്തിലാവട്ടെ, തൻ്റെ കർമ്മങ്ങളിലാവട്ടെ, തൻ്റെ മറ്റു ഭൗതിക സൗകര്യങ്ങളിലാവട്ടെ ഒരാൾ മേന്മ നടിക്കലാണ് അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന സ്വന്തത്തോടുള്ള അത്ഭുതം കൂറൽ എന്ന തിന്മ. സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ കഴിഞ്ഞ അധ്യായത്തിൽ കിബറിനെ കുറിച്ചാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ അൽ ഉജുബ്, അത്ഭുതം തോന്നുക, താനെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുക, ഈ കാര്യം ഒരാളെ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. എന്താണ് കിബറും ഉജുബും തമ്മിലുള്ള വ്യത്യാസം? അഹങ്കാരവും സ്വന്തത്തെക്കുറിച്ചുള്ള അത്ഭുതം കൂറലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൽ ഉജുബ് എന്ന് പറഞ്ഞാൽ, സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം തോന്നുക എന്ന് പറഞ്ഞാൽ, അത് അയാളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. അയാളെക്കുറിച്ച് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കൽ. അയാളുടെ കർമ്മങ്ങൾ, അയാളുടെ മറ്റു കാര്യങ്ങൾ, അതെല്ലാം മറ്റുള്ളവരെക്കാൾ നല്ലതാണ്, മികച്ചതാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് ഒരാൾക്ക് തോന്നലാണ് അൽ ഉജുബ് എന്ന് പറഞ്ഞാൽ. എന്നാൽ അൽ കിബർ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താണ്? ഇങ്ങനെ സ്വന്തത്തോട് അത്ഭുതം തോന്നുകയും താൻ വലിയ സംഭവമാണ് എന്ന് തോന്നുകയും അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രകടിപ്പിക്കാനും ഒരാളെ പ്രേരിപ്പിക്കും. അപ്പോഴാണ് ഒരാൾ അഹങ്കാരിയായി തീരുക. മറ്റുള്ള ആളുകളെ വില കുറച്ച് കാണുക, മറ്റുള്ള ആളുകൾക്ക് മേൽ എനിക്ക് സ്ഥാനം കാണുക, അഥവാ അഹങ്കാരമുള്ള ആൾ അയാൾക്ക് സ്ഥാനം കാണുക. ഇതാണ് കിബറും ഉജുബും തമ്മിലുള്ള വ്യത്യാസം.
ഇത് രണ്ടും സഹോദരങ്ങളെ വളരെ ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അഹങ്കാരം എന്നത് നിസാര കാര്യമല്ല. അതിലേക്ക് എത്തിക്കുന്ന വാതിലായ ഉജ്ബ്, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുക എന്നത് വൻപാപങ്ങളിൽ പെട്ട തിന്മയാണ്. അത് എവിടെയാണ് ബാധിക്കുക? നമ്മുടെ മനസ്സിന് ബാധിക്കുന്ന, ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്, തിന്മയാണ്, ഹൃദയത്തിലുണ്ടാകുന്ന വൻപാപമാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്നും ഒരു ആയത്ത് ഉദ്ധരിക്കുകയാണ്. സൂറത്തുൽ മആരിജിലെ 27-ാമത്തെ ആയത്ത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. വല്ലദീന, അവർ, അക്കൂട്ടർ അഥവാ സത്യവിശ്വാസികൾ, പരിപൂർണമായ ഈമാൻ ഉൾക്കൊണ്ട അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, ഹും അവർ, മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ തൊട്ട് പേടിയുള്ള, ഭയപ്പാടുള്ളവരാകുന്നു. ഈ ആയത്ത് പറയുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെക്കുറിച്ച് വേറെയും ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഭാഗം ആരംഭിക്കുന്നത് നമുക്ക് കാണാം. സൂറത്തുൽ മആരിജിൻ്റെ 19 മുതലുള്ള ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അവൻ തിരക്കുള്ള ഒരു സ്വഭാവക്കാരനായിക്കൊണ്ടാണ്. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവന് വല്ല ഉപദ്രവവും വല്ല പ്രയാസവും ബാധിച്ചാൽ അവൻ അക്ഷമനായിത്തീരും. വ ഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, മനുഷ്യന് നന്മകൾ കിട്ടിയാൽ അവൻ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനായിത്തീരും. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാരൊഴികെ, അഥവാ മുഅ്മിനീങ്ങളായ യഥാർത്ഥ സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, നിസ്കാരക്കാർ ഒഴികെ. അല്ലദീന, അവരെങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? ഹും അലാ സ്വലാത്തിഹിം ദായിമുൻ, അവർ കൃത്യമായി മുറ പോലെ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്നും കൊടുക്കേണ്ടത് അള്ളാഹു കൽപ്പിച്ച നിർബന്ധമാവട്ടെ ഐച്ഛികമാകട്ടെ സ്വതഖകൾ, ദാനധർമ്മങ്ങൾ, സക്കാത്ത് പോലെയുള്ളത് കൊടുക്കുന്നവരാണ്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും അഥവാ സാധുക്കളായ ദരിദ്രരായ ആവശ്യക്കാർക്ക് തൻ്റെ സമ്പത്തിൽ നിന്നും നൽകുന്നവരാണ്. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, അതുപോലെ അവർ യൗമുദ്ദീൻ, പ്രതിഫല ദിനം, പരലോകം, ഖിയാമത്ത് നാൾ, അതിനെ സത്യപ്പെടുത്തുന്നവരാണ്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അവർ, ആ മുഅ്മിനുകൾ, തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ തൊട്ട് ഭയപ്പാടുള്ളവരാണ്, പേടിയുള്ളവരാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ഈ ആയത്തിലൂടെ തെളിവായി ഉദ്ധരിച്ചത്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ സദാസമയം ഭയപ്പാടിലായിരിക്കും, പേടിയിലായിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു. അവർ നിസ്കരിക്കുന്നവരാണ്. എങ്ങനെ നിസ്കരിക്കുന്നവർ? തോന്നിയതുപോലെ നിസ്കരിക്കുന്നവരല്ല, കൃത്യമായി മുറ പോലെ നിസ്കാരം നിലനിർത്തുന്നവരാണ്. അതുപോലെ അവർ ദാനധർമ്മങ്ങൾ, സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നിറവേറ്റുന്നവരാണ്. അവർ പരലോക വിശ്വാസമുള്ളവരാണ്. അതോടൊപ്പം അവർ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുമാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര കണ്ട് അവരുടെ ഈമാൻ പരിപൂർണമാണ് എന്നവർക്ക് തോന്നിയാലും, വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അവർ തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ചുള്ള അത്ഭുതം അവരുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. ഇത് മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ സ്വന്തത്തെക്കുറിച്ചുള്ള അത്ഭുതം, ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ്, എന്നെ കഴിച്ചിട്ടേ വേറെ ആരെങ്കിലൊക്കെ ഉള്ളൂ
എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമാണ് എന്ന് നമുക്ക് എപ്പോൾ തോന്നിയോ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അത് ചികിത്സിച്ച് നന്നാക്കേണ്ടതുണ്ട്. കാരണം അത് രോഗമാണ്, അത് വൻപാപങ്ങളിൽപ്പെട്ട തിന്മയിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ മുഅ്മിനീങ്ങൾ, അവരുടെ കർമ്മങ്ങൾ പരിപൂർണമാണ്, എല്ലാ അർത്ഥത്തിലും അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. പക്ഷേ അവർ പേടിച്ചിരുന്നു. അതുകൊണ്ടൊരു മുഅ്മിൻ ഭയപ്പാടുള്ളവനാണ്. ആ ഭയപ്പാടുള്ള ഒരു മുഅ്മിൻ എങ്ങനെ, സഹോദരങ്ങളെ, ഞാൻ കുഴപ്പമില്ല, ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ട് വേറെ ആരെങ്കിലും പോകൂ എന്നെങ്ങനെ വിചാരിക്കും? ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം എടുത്തു കൊടുത്ത ആയത്ത് നോക്കൂ, വളരെ മനോഹരമാണ്, മഹത്തരമാണ്. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അഥവാ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല അവരുടെ ഒരുപാട് വിശേഷണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ. തീർച്ചയായും മുഅ്മിനുകൾ തങ്ങളുടെ റബ്ബിനെക്കുറിച്ചുള്ള ഭയപ്പാട് കാരണത്താൽ പേടിച്ച് വിറക്കുന്നവരാണ്. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. മുഅ്മിനുകൾ തങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ വിശ്വസിക്കുന്നവരാണ്, അതിൽ വിശ്വാസമുള്ളവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. മുഅ്മിനീങ്ങൾ തങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ആ മുഅ്മിനുകൾ അല്ലാഹു തആല അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കും, അഥവാ കർമ്മങ്ങൾ ചെയ്യും, സദഖകൾ കൊടുക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും. വഖുലൂബുഹും വജില, ഈ പറഞ്ഞതൊക്കെ ചെയ്യുമ്പോഴും വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുന്ന അവസ്ഥയിലായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകണമല്ലോ, പരലോകം വരാനിരിക്കുന്നുണ്ടല്ലോ എന്ന ഭയപ്പാട് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അള്ളാഹു പറയുന്നു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, ആ നന്മയിൽ മറ്റുള്ളവരെ മുൻകടക്കുന്നവരാണ്. ഈ ആയത്തുകൾ നോക്കൂ, അല്ലാഹു തആല മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങൾ, അവർ ഭയപ്പാടുള്ളവരാണ്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്, അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുന്ന അവസ്ഥയിലായിരിക്കും. ഈ ആയത്തിനെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അഹുവല്ലദീ യസ്നി വയസ്രിഖു വയശ്റബുൽ ഖംർ. അല്ലാഹുവിൻ്റെ റസൂലേ, ഈ പേടിച്ചു വിറക്കുമെന്ന് പറഞ്ഞ ആൾ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ടാണോ? ഇതൊക്കെ ചെയ്തിട്ടും പേടിക്കും, പേടിച്ചു വിറക്കും എന്നൊക്കെ അള്ളാഹു പറയാനുള്ള കാരണം അയാൾ വ്യഭിചാരവും മോഷണവും മദ്യപാനവും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളായതുകൊണ്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളെ, അങ്ങനെയല്ല. വലാകിന്നഹു റജുലു യസൂമു വയതസദ്ദഖു വയുസല്ലി, നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും സദഖ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻഹു, ഇതൊക്കെ ചെയ്യുമ്പോഴും അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കുമോ, അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്നവരാണ് അവർ. നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങളുടെ അവസ്ഥ ഇതാണ്. അവർ എത്ര കണ്ട് പ്രവർത്തിച്ചാലും പേടിയുണ്ടാകും, ഭയപ്പാടുണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിനാണോ, അള്ളാഹു എന്നെയും നിങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കൊരിക്കലും നമ്മുടെ ഒരു കാര്യം കൊണ്ടും അഹങ്കരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര മുകളിലെത്തി എന്ന് നമുക്ക് തോന്നിയാലും മുകളിലെത്തുന്നതിനനുസരിച്ച് നമുക്ക് പേടി കൂടുകയാണ് വേണ്ടത്. എപ്പോഴെങ്കിലും നമുക്ക് നിർഭയത്വം തോന്നിയോ, എപ്പോഴെങ്കിലും ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നിയോ, അവിടെ തീരും നമ്മുടെ എല്ലാ കാര്യവും.
അവിടുന്ന് ആരംഭിക്കും നമ്മുടെ നാശം. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വശഫഖതൻ. തീർച്ചയായും ഒരു മുഅ്മിൻ നന്മകൾ ചെയ്യും, അതോടൊപ്പം പേടിക്കുകയും ചെയ്യും. ഒരു മുഅ്മിൻ നന്മകൾ ചെയ്യുന്നതോടൊപ്പം പേടിക്കുകയും ചെയ്യും. ഇത് രണ്ടും അവൻ ഒരുമിപ്പിക്കും. വഇന്നൽ മുനാഫിഖ, എന്നാൽ ഒരു മുനാഫിഖ്, ഒരു കപടവിശ്വാസി, ജമഅ ബൈന ഇസാഅത്തിൻ വഅംന, അവൻ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യും, പക്ഷേ അവൻ നിർഭയനായിരിക്കും. എന്തൊക്കെ ചെയ്താലും ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ടേ ബാക്കിയുള്ള ആളൊക്കെ പോവൂ, അല്ലെങ്കിൽ അവനേക്കാൾ നല്ലത് ഞാനല്ലേ എന്നായിരിക്കും അത്തരം ആളുകൾക്ക് ഉണ്ടാവുക, തോന്നുക. സഹോദരങ്ങളെ, എത്ര അപകടമാണ്. നോക്കൂ, ശൈഖ് റഹിമഹുല്ലാ അടുത്ത ഒരു അസർ ഉദ്ധരിക്കുന്നു. റൂവിയ അൻ ഇബ്നി മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അൽ ഹലാകു ഫി ഇത്നതൈനി അൽ ഖുനൂതി വൽ ഉജ്ബി. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസറാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഹലാകു ഫി ഇത്നതൈൻ, നാശം എന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അഥവാ ഒരാൾ നശിക്കുക, ഒരാൾ നശിച്ചു പോവുക രണ്ട് കാര്യങ്ങളിലൂടെയാണ്. അൽ ഖുനൂതി വൽ ഉജ്ബി. അൽ ഖുനൂതി വൽ ഉജ്ബി. അൽ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ നിരാശ, വൽ ഉജ്ബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ പ്രതീക്ഷ. ഇത് രണ്ടും ഒരാളെ നശിപ്പിക്കും. ഞാൻ കുഴപ്പമില്ല, എൻ്റെ കർമ്മങ്ങൾ എന്നെ രക്ഷപ്പെടുത്തും എന്നിങ്ങനെയുള്ള സ്വന്തത്തെക്കുറിച്ചുള്ള അത്ഭുതം കൂറൽ, അമിതമായ പ്രതീക്ഷ, ഇത് രണ്ടും സഹോദരങ്ങളെ ഒരാളെ നശിപ്പിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരാളെ നശിപ്പിക്കുമെന്ന് പറയാനുള്ള കാരണം? അൽ ഖുനൂത്ത് അഥവാ നിരാശ. അൽ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഖാഫും നൂനും വാവും താഉം. താ അല്ല, താ ഖുനൂത്ത് വേറെ പ്രാർത്ഥനയാണ്. അൽ ഖുനൂത്ത് എന്നത് അലിഫ് ബാ ത, ആ താ വരുന്ന വാക്ക് ഖുനൂത്താണ്, ദുആ. ഇവിടെ അൽ ഖുനൂത്ത്, അൽ ഖുനൂത്ത്, ഖാഫ് നൂന് വാവ് ത്വാ. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഖുനൂത്ത്, ഒരാൾക്ക് നിരാശയുണ്ടായാൽ അയാൾ പ്രവർത്തിക്കുകയില്ല, അയാൾ സൗഭാഗ്യം അന്വേഷിച്ച് ചെല്ലുകയില്ല. കാരണം അയാൾ നിരാശനാണ്. ഇനി ഞാൻ എന്തിന് ചെയ്യണം, ഇനി ഞാൻ എന്തിന് പ്രവർത്തിക്കണം, ഇനി ഞാൻ എന്തിന് തൗബ ചെയ്യണം എന്ന ചിന്തയിൽ അയാൾ അങ്ങനെ മുരടിച്ചു പോകും, അയാൾ അങ്ങനെ നശിച്ചു പോകും. ഉജ്ബുണ്ടായാലും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് തന്നെക്കുറിച്ച് നല്ല പ്രശംസയാണ്, ഞാനാണ് ഏറ്റവും കുഴപ്പമില്ലാത്ത ആൾ എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളും കൂടുതൽ പ്രയത്നിക്കുകയില്ല. കാരണം എന്താ? രക്ഷപ്പെടാനുള്ള എല്ലാ പണിയും നേരത്തെ എടുത്തു വച്ചിട്ടുണ്ട്, ഇനി കുറേ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് വിചാരിച്ച് അയാളും ചടഞ്ഞുകൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അൽ ഹലാകു ഫി ഇത്നതൈൻ, രണ്ട് കാര്യങ്ങളിലാണ് നാശമുള്ളത്. അൽ ഖുനൂതി വൽ ഉജ്ബ്, നിരാശയിലും സ്വന്തത്തെക്കുറിച്ചുള്ള അത്ഭുതം കൂറലും. സഹോദരങ്ങളെ, ഇത് രണ്ടും നമ്മെ നശിപ്പിച്ചു കളയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ശൈഖ് റഹിമഹുല്ലാ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ അബി ബക്രത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ذكر عند النبي صلى الله عليه وسلم فأثنى عليه رجل خيرا فقال النبي صلى الله عليه وسلم ويحك قطعت عنق صاحبك ردده مرارا ثم قال إن كان أحدكم مادحا لا محالة فليقل أحسبه كذا وكذا إن كان يرى أنه كذلك وحسيبه الله ولا أزكي على الله أحدا رواه البخاري ومسلم. മഹാനായ സഹാബി അബൂബക്ര റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അന്ന റജുലൻ ذكر عند النبي صلى الله عليه وسلم فأثنى عليه رجل خيرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരാളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു, ഒരാളെക്കുറിച്ച് പറയപ്പെട്ടു. ആ വ്യക്തിയുടെ
ഇബാദത്തുകളെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് വളരെ മനോഹരമായി നല്ല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഒരാൾ പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്, അദ്ദേഹത്തെ അമിതമായി പ്രശംസിക്കുകയുണ്ടായി. ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക, നിനക്ക് നാശം, ഖതഅത ഉനുഖ സാഹിബിക്, നീ നിന്റെ കൂട്ടുകാരൻ്റെ പിരടിക്ക് വെട്ടിയിരിക്കുന്നു, അഥവാ നീ അവനെ കൊന്നിരിക്കുന്നു. റദ്ദദഹു മിറാറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നന്മകളിങ്ങനെ പറയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളെക്കുറിച്ചൊക്കെ പറയപ്പെട്ടു. അപ്പോൾ ഒരാൾ ഈ വ്യക്തിയെ അമിതമായി പ്രശംസിച്ചു, പുകഴ്ത്തി പറഞ്ഞു. നമ്മൾ സാധാരണ പറയാറില്ലേ, അയാൾ നല്ല ആബിദാണ്, എത്ര നല്ല മനുഷ്യനാണ് എന്നിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക ഖതഅത ഉനുഖ സാഹിബിക്, നിനക്ക് നാശം, നീ നിന്റെ കൂട്ടുകാരൻ്റെ പിരടിക്ക് വെട്ടിയിരിക്കുന്നു, നീ അയാളെ കൊന്നിരിക്കുന്നു. റദ്ദദഹു മിറാറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇൻ കാന അഹദുക്കും മാദിഹൻ ലാ മഹാല, നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തരുത്, ഇങ്ങനെ പ്രശംസിക്കരുത് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ അദ്ദേഹത്തെ പ്രശംസിക്കരുത്. ഇനി നിങ്ങളിൽ ഒരാൾക്ക് ഒരാളുടെ സാന്നിധ്യത്തിൽ അയാളെ പ്രശംസിക്കണം, പുകഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഫല്യഖുൽ അഹ്സിബുഹു കദാ വകദാ, ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളിൽ ഒരാൾക്ക് വേറൊരാളെ പുകഴ്ത്തണം, പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ, പ്രശംസിച്ചേ തീരൂ എന്ന ഒരു നിർബന്ധിത അവസ്ഥ ഉണ്ടെങ്കിൽ ഫല്യഖുൽ, അയാൾ ഇപ്രകാരം പറഞ്ഞുകൊള്ളട്ടെ, അഹ്സിബുഹു കദാ വകദാ, അഹ്സിബുഹു കദാ വകദാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന 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 രൂപത്തിലാണ് അയാളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇൻ കാന യറാ അന്നഹു കദാലിക്, ഒരാളെ പുറമേക്ക് കാണുകയാണെന്ത്, അയാൾ നല്ല ആബിദാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, സൽസ്വഭാവിയാണ്, നല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്, ഇടപാടുകളിലൊക്കെ ഹറാമ് കലരാതെ ജീവിക്കുന്ന ആളാണ്, പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ് എന്ന് പുറമേക്ക് കാണുകയാണ്. എന്നിട്ട് അത് പ്രശംസിക്കേണ്ട ഒരവസ്ഥയും നമുക്കെത്തി എങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, എന്താണ്, അഹ്സിബുഹു കദാ വകദാ, ഞാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വഹസീബുഹുല്ലാഹ്, അള്ളാഹുവാണ് അയാളുടെ കർമ്മങ്ങൾ സൂക്ഷ്മമായി അറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്നവൻ. വല ഉസക്കി അലല്ലാഹി അഹദ, അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് ഒരാളെയും ഞാൻ അമിതമായി പരിശുദ്ധപ്പെടുത്തുകയില്ല. പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഈ രൂപത്തിൽ പറയാം. ഹദീസിൽ വന്നിട്ടുണ്ട്, മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അഹ്സിബുഹു കദാലിക്, അഹ്സിബുഹു കദാലിക് വല ഉസക്കി അലല്ലാഹി അഹദൻ, ഇങ്ങനെ ഈ രൂപത്തിലാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. നമ്മൾ കാണുമ്പോൾ പുറമേക്ക് നല്ല ഒരാളായിട്ടാണ് മനസ്സിലാവുന്നത്. വല ഉസക്കി അലല്ലാഹി അഹദ, അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് ഒരാളെയും പരിശുദ്ധപ്പെടുത്താൻ നാം തയ്യാറല്ല, നമ്മളാളല്ല എന്ന് നമുക്ക് പറയാം. ഇത് സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാളെ ഇതുപോലെയുള്ള അത്ഭുതം കൂറലിലേക്കും അതിനുശേഷം അഹങ്കാരത്തിലേക്കും തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളെക്കുറിച്ച് പ്രശംസിച്ചാൽ, അയാളെ മുന്നിൽ വെച്ച് അയാളെക്കുറിച്ച് പ്രശംസ നടത്തിയാൽ അത് ഉള്ളതായിക്കോട്ടെ, ഇല്ലാത്തതാണെങ്കിൽ പാടില്ല, അത് വേറെ വിഷയം. ഉള്ളതാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്രശംസ അയാളെ നാശത്തിലെത്തിക്കും, അയാളെ നാശത്തിലെത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൈഹക്, നിനക്ക് നാശം, ഖതഅത ഉനുഖ സാഹിബിക്, നീ നിന്റെ കൂട്ടുകാരൻ്റെ പിരടിക്ക് വെട്ടിയിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുന്നതിന് തുല്യമാണത്. അയാളെ നശിപ്പിക്കലാണെന്ത്? അയാളെ മുന്നിൽ വെച്ച് പുകഴ്ത്തൽ. ഒരാളെക്കുറിച്ച് പറയേണ്ടി വന്നാൽ പോലും അഹ്സിബുഹു കദാലിക്, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയാണ് കാണുന്നത്, പുറമേക്ക് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ്. വല്ലാഹു ഹസീബുഹു, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, അവനാണ് ഏറ്റവും നന്നായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവൻ. വലാ ഉസക്കി അലല്ലാഹി അഹദൻ, അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് ഒരാളെയും പരിശുദ്ധപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത്. അതല്ലെങ്കിൽ ഒരാളെ നാശത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണത്. കാരണം അയാൾക്ക് പിന്നീട് മനസ്സിലേക്ക് ഉജുബ് കടന്നു വരും, അത്ഭുതം കൂറൽ കടന്നു വരും. സ്വന്തത്തെക്കുറിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ, ശരി തന്നെയല്ലേ, അയാളിങ്ങനെ പരിശോധിച്ച് നോക്കും, 5 നേരത്തെ നിസ്കാരം കൃത്യമാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാണ്, എല്ലാം കൃത്യമാണ്, അപ്പോൾ ശരി തന്നെയല്ലേ എന്ന് തോന്നിപ്പോയാൽ അതോടുകൂടി നാശം ആരംഭിക്കും. കാരണം എന്താ? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് അവർ പേടിയുള്ളവരാണ് എന്നാണ്. എത്ര കണ്ട് ഈമാൻ വർദ്ധിക്കുന്നുവോ, എത്ര കണ്ട് തഖ്വ വർദ്ധിക്കുന്നുവോ, പേടിയാണ് കൂടേണ്ടത്, ഭയപ്പാടാണ് ഉണ്ടാവേണ്ടത്. ഭയപ്പാട് ഉണ്ടാവണം. ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിലാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്. അഥവാ നന്മകൾ ചെയ്യുമ്പോൾ പ്രതീക്ഷ ഉണ്ടാവണം, അള്ളാഹു ഇത് സ്വീകരിക്കും എന്ന പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ടാവണം. അതോടൊപ്പം നന്മകൾ ചെയ്യുമ്പോൾ ഇത് സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്ന ഭയപ്പാടും ഉണ്ടാവണം. കാരണം നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സഹജമായി ധാരാളം തിന്മകൾ, തെറ്റുകൾ നമ്മിൽ നിന്നും ഉണ്ടായേക്കാം, ഉണ്ടാവാറുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കാരണത്താൽ അള്ളാഹു എങ്ങാനും സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടിയും ഉണ്ടാവണം. അതാണ് നിങ്ങൾ നോക്കൂ, സൂറത്തുൽ മആരിജിലും സൂറത്തുൽ മുഅ്മിനൂനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്താണ്? ഏറ്റവും നല്ല വിശേഷണങ്ങളാണ്. പരിപൂർണമായ ഈമാൻ ഉൾക്കൊണ്ട ആളുകളെക്കുറിച്ചാണ് അള്ളാഹു അത് പറഞ്ഞത്. 100ൽ 100 എന്ന് നമുക്ക് മാർക്ക് കൊടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള മുഅ്മിനീങ്ങളാണ്. പക്ഷെ അവർക്ക് ഭയപ്പാടുണ്ട്. അപ്പം നമുക്ക് ഭയപ്പാടുണ്ടാവണം. ഒരാളുടെ ആ ഭയപ്പാടിനെ തകർക്കലാണെന്ത്? അയാളെ പുകഴ്ത്തൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം കാര്യം എതിർത്തിട്ടുണ്ട്. അവിടുത്തെ അടുക്കൽ ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, അൻത സയ്യിദുന, നബിയെ അങ്ങാണ് നമ്മുടെ സയ്യിദ്, അഥവാ നമ്മുടെ അവലംബം. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവലംബം അർപ്പിക്കാനുള്ളത് അങ്ങുന്നിനോടാണ് എന്ന അർത്ഥത്തിൽ, സാധാരണ നേതാവ് എന്നതിലുപരി അവർ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, അൻത സയ്യിദുന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദുല്ലാഹു തബാറക വ തആല. അസ്സയ്യിദ് എന്നത് അല്ലാഹുവാണ്, അല്ലാഹു തആലയാണ്. അവനിലേക്കാണ് അവലംബം അർപ്പിക്കേണ്ടത്, അവനിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. അവനാണ് സൃഷ്ടാവും നിയന്താവും അധികാരിയുമൊക്കെ. അവർ വീണ്ടും പറഞ്ഞു, അഫ്ളലുനാ ഫദ്ലൻ വ അഅ്ളമുനാ തൂലൻ. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ശ്രേഷ്ഠത കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത് അങ്ങുന്നാണ്. അതുപോലെ താങ്കളോട് അടുപ്പമുള്ള ആളുകൾക്ക് അഥവാ മുഅ്മിനീങ്ങൾക്ക് കരുണ ചെയ്യുകയും അല്ലാത്തവരോട് കാർക്കശ്യം അഥവാ കഠിനമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്യുന്ന ആളാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പുകഴ്ത്തുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഖൂലൂ ബിഖൗലിക്കും ഔ ബിബഅദി ഖൗലിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ ചിലത് പറഞ്ഞോളൂ, കുഴപ്പമില്ല, ചിലത് പറഞ്ഞോളൂ. വലാ യസ്തജ്രിയന്നകുമുശ് ശൈത്താൻ. പിശാച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്നെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയാനുള്ള ധൈര്യം ഉണ്ടാക്കിത്തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഒരാളെ പറ്റിയിട്ട് അമിതമായി പുകഴ്ത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെയുള്ള ആളെ കുറിച്ച് പറയണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തിരുത്തുകയാണ്, അസ്സയ്യിദ് അല്ലാഹുവാൻ, അസ്സയ്യിദ് അല്ലാഹുവാൻ. അതുപോലെ തന്നെ അവിടുത്തെ കുറിച്ച് വീണ്ടും അവർ പുകഴ്ത്തിയപ്പോൾ ചിലത് പറഞ്ഞോളൂ, എല്ലാം കൂടി നിങ്ങൾ
തോന്നിയതുപോലെ പറയരുത് എന്ന അർത്ഥത്തിലാണ്. ഇന്ന് സഹോദരങ്ങളെ, വലിയ വലിയ പണ്ഡിത പുരോഹിത വേഷധാരികളെക്കുറിച്ച് ഉസ്താദ് അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളെത്രയായി, ഇന്നേ വരെ തിരുത്തിയിട്ടില്ല. ഇപ്പോഴും പല പുരോഹിതന്മാരെക്കുറിച്ചും പലതും പറയുന്നുണ്ട്. മരണശേഷം മൂപ്പർക്ക് ഭയങ്കര ശക്തിയാണ് എന്നൊക്കെ അടിച്ച് തട്ടി വിടുന്നുണ്ട്. എന്നാൽ അറിയുന്ന ആളെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പ്രശംസിക്കുന്നത് പോലും അവിടുന്ന് വിലക്കിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒരാളെ നാശത്തിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെ കേൾക്കുമ്പോൾ അയാൾ പിന്നീട് അതിൽ അവലംബമർപ്പിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ചില ഹദീസുകളിൽ കാണാം, അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഹ്സിയ ഫീ വുജൂഹിൽ മദ്ദാഹീന തുറാബ്. ധാരാളമായി പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന ആളുകളുടെ വായയിൽ മണ്ണ് വാരി എറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുകഴ്ത്തുന്ന, അനാവശ്യമായിട്ട് പുകഴ്ത്തുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ വായിൽ മണ്ണ് വാരി എറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അമറന എന്നാണ്. കാരണം എന്താ? ഇങ്ങനെ പുകഴ്ത്തിയാൽ, പ്രശംസിച്ചാൽ ആൾ നശിച്ചു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. പറയേണ്ടി വന്നാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് പുറമേക്ക് കാണുന്നത്. അള്ളാഹുവാണ് വിലയിരുത്തുന്നവൻ, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്ന രൂപത്തിൽ ഒരു നിബന്ധന വെച്ചുകൊണ്ട് നമ്മൾ പറയുക. ആരെക്കുറിച്ചായാലും ഇപ്പോൾ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ അവിടുത്തെ സ്ഥാനമുള്ള ആരാണ് വേറെ ഉള്ളത് ലോകത്ത്? ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഒരു മതവിദ്യാർത്ഥിയെക്കുറിച്ച് പോലും നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. പുകഴ്ത്തി ചിലപ്പോൾ ഈ കാലത്തെ ഇബ്നു തൈമിയയാണ്, ഇബ്നുൽ ഖയ്യിമാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറയരുത്. എത്ര കണ്ട് മികച്ചു നിൽക്കുന്നവരായാലും ഈ പറഞ്ഞ രൂപത്തിലാണ് പറയേണ്ടത്. ഇങ്ങനെയാണ് പുറമേക്ക് മനസ്സിലാക്കുന്നത്. അള്ളാഹുവാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനും വിലയിരുത്തേണ്ടവനും. അതുകൊണ്ട് ഒരാളെക്കുറിച്ചും അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, മതവിദ്യാർത്ഥികൾ, പ്രബോധകർ, അവരെക്കുറിച്ച് ഈ രൂപത്തിൽ അവരുടെ മുന്നിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ അവർ കേൾക്കുന്ന രൂപത്തിലാവട്ടെ, അവരറിയുന്ന രൂപത്തിലാവട്ടെ, ഇങ്ങനെ പ്രശംസിച്ചാൽ ഒരു പക്ഷേ പിശാച് ഇടപെടുകയും അങ്ങനെ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു വാക്ക് മതി ചിലപ്പോൾ അതിൽ അറിയാതെ വീണുപോയാൽ, നേരത്തെ പറഞ്ഞില്ലേ, അൽ ഹലാഖു ഫിസ്നതൈൻ, 2 കാര്യങ്ങളിലാണ് നാശം. അതുകൊണ്ട് ഓരോരുത്തർക്കുമുള്ള സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കുക. അത് വേണം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കുക. അതിര് കവിയരുത്, പരിധി വിടരുത്. മറിച്ച് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അവരോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്. കാരണം എന്താ? നമ്മുടെ ഒരു വാക്കുകൊണ്ട്, അമിതമായ പുകഴ്ത്തലും പ്രശംസയും കൊണ്ട് അവർ നശിച്ചു പോയേക്കാം. നമ്മളറിയാതെ അവർ നശിച്ചു പോയേക്കാം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ല അടുത്തതായി ഒരു ഒരു സംഭവമാണ് ഉദ്ധരിക്കുന്നത്. ഇതിൽ സഹോദരങ്ങളെ വലിയ ഗുണപാഠമുണ്ട്. ഈ പറഞ്ഞ കാര്യം അതാണ്. ഇനി അടുത്തത് അദ്ദേഹം എടുത്തുകൊടുത്ത സംഭവം. അദ്ദേഹം പറഞ്ഞു, വലി അഹ്മദ ബിസനദിൻ ജയ്യിദിൻ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ജയ്യിദായ സനദോടുകൂടി, അഥവാ സ്വീകാര്യയോഗ്യമായ തെളിവിന് കൊള്ളും എന്ന നിലക്കുള്ള സനദോടുകൂടി ഉദ്ധരിച്ച ഒരു സംഭവമാണ്. അനിൽ ഹാരിസ് ഇബ്നി മുആവിയത അന്നഹു ഖാല ലിഉമർ റളിയല്ലാഹു അൻഹു ഇന്നഹും കാനൂ യുറാവിദൂനനി അനിൽ ഖസസി فقال أخشى أن تقص فترتفع عليهم في نفسك ثم تقص فترتفع حتى يخيل إليك أنك فوقهم في منزلة الثريا فيضعك الله عز وجل تحت أقدامهم يوم القيامة بقدر ذلك.
അൽ ഹാരിസ് ഇബ്നു മുആവിയ റഹിമഹുല്ലാ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു മുശാവറക്ക് വേണ്ടി അദ്ദേഹം വന്നതാണ്, അഥവാ കൂടിയാലോചന നടത്താൻ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ സംഭവം വിശദമായ വലിയ സംഭവമാണ്. വേറെയും ചില കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ശൈഖ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അൽ ഹാരിസ് ഇബ്നു മുആവിയ റഹിമഹുല്ലാ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇന്നഹും കാനൂ യുറാവിദൂനനി അലൽ ഖസസ്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തോട് അൽ ഖസസ് എന്ന് പറഞ്ഞാൽ അൽ വഅദ്, ഉപദേശം നൽകാൻ, അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാറുണ്ട്, അദ്ദേഹത്തോട് പറയാറുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയും അവർക്ക് വഅദ് നൽകുകയും അങ്ങനെ ആ വഅദ് കേട്ട്, ഉപദേശം കേട്ട് അവർക്ക് മനസ്സിൽ തട്ടുകയും അങ്ങനെ അവർക്കത് കൊണ്ട് ഉപകാരം ലഭിക്കുകയും ചെയ്യുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ആ സംഭവത്തിൻ്റെ മുഴുവനായി നമുക്ക് കാണാം. ഇഫ്അൽ മാ ശിഅ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തോളൂ, ഉപദേശം കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ വേണ്ട എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തടയുന്നില്ല, താങ്കൾക്ക് വേണ്ടതുപോലെ ചെയ്യാം. അദ്ദേഹം വീണ്ടും ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, താങ്കൾ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം, താങ്കൾ പറയുന്ന താങ്കളുടെ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കാം, അതുകൊണ്ട് താങ്കൾ പറഞ്ഞാലും എന്ന അർത്ഥത്തിൽ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, ജനങ്ങൾ എന്നോട് ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്, വഅദ് നൽകാൻ ചോദിക്കാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്, ഞാൻ എന്തു ചെയ്യണം? ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അഖ്ശ അൻ തഖുസ്സ ഫതർതഫിഅ അലൈഹിം ഫീ നഫ്സിക ثم തഖുസ്സ ഫതർതഫിഅ, താങ്കൾ അവർക്ക് വഅദ് നൽകും, ഉപദേശം നൽകും, അങ്ങനെ ആ വഅദ് കേട്ട് ജനങ്ങൾ നന്നാവും, മാറും, അവരുടെ ഹൃദയം അതുകൊണ്ട് പേടിച്ചു വിറക്കും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുമ്പോൾ താങ്കളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് താങ്കൾക്ക് താങ്കളുടെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, സുമ്മ തഖുസ്സ ഫതർതഫിഅ, വീണ്ടും താങ്കൾ ഇങ്ങനെ ഉപദേശം നൽകിക്കൊണ്ടിരിക്കും, അപ്പോൾ താങ്കളുടെ മനസ്സിൽ താങ്കളുടെ സ്ഥാനം ഇങ്ങനെ ഉയർന്നതായിട്ട് താങ്കൾക്ക് തോന്നും. ഹത്താ യുഖയ്യല ഇലൈക അന്നക ഫൗഖഹും ഫീ മൻസിലത്തി സുറയ്യ, എത്രത്തോളം താങ്കളിങ്ങനെ ഉപദേശം നൽകി ആളുകളിങ്ങനെ അത് കേൾക്കുകയും കരയുകയും നന്നാവുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവരെക്കാൾ താങ്കൾ മുകളിലായി പോകും, അവരെക്കാൾ താങ്കൾ മുകളിലായിട്ടുണ്ട്, വലിയ സ്ഥാനത്തിലെത്തിയിട്ടുണ്ട്, എത്രത്തോളം സുരയ്യ എന്ന നക്ഷത്രത്തോളം താങ്കൾ വളർന്നു വലുതായി എന്ന് താങ്കൾക്ക് തോന്നിപ്പോകുമോ എന്ന് ഞാൻ താങ്കളുടെ കാര്യത്തിൽ ഭയപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്താ വാക്ക് നോക്കി, ഉപദേശം കൊടുക്കാനാണ് അദ്ദേഹം ചോദിച്ചത്. ദീനിയായ വിജ്ഞാനം ഉപദേശം നൽകിക്കോട്ടെ എന്ന ഒരു കൂടിയാലോചനക്ക് വന്ന അദ്ദേഹത്തോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഉപദേശം ഇങ്ങനെ കൊടുത്ത് അവസാനം അവരെക്കാൾ മെച്ചപ്പെട്ട ആളാണ് താങ്കൾ, അവരെക്കാൾ വലിയ സ്ഥാനത്തിൽ താങ്കൾ എത്തിയിരിക്കുന്നു, അവരെക്കാൾ താങ്കളുടെ പദവി ഉയർന്നിരിക്കുന്നു, എത്രത്തോളം സുരയ്യ എന്ന നക്ഷത്രത്തോളം താങ്കൾ ഉയർന്നിരിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നിപ്പോകുമോ? അതാണ് താങ്കളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർന്നോ? അദ്ദേഹം പറയുകയാണ്, ഫയദഉക അല്ലാഹു തഹ്ത അഖ്ദാമിഹിം യൗമൽ ഖിയാമത്തി ബിഖദ്രി ദാലിക്. ദുനിയാവിൽ താങ്കൾക്ക് ഇങ്ങനെ തോന്നിപ്പോകുമോ എന്നെനിക്ക് ഭയപ്പാടുണ്ട്. അതോടൊപ്പം താങ്കളുടെ സ്വന്തത്തോടുള്ള അത്ഭുതം കൂറലിനനുസരിച്ച്
താങ്കൾ താങ്കളുടെ സ്വന്തത്തെ വലുതായി കാണുന്നതിനനുസരിച്ച് ഖിയാമത്ത് നാളിൽ അവരുടെ കാൽ കീഴിലായി പോകുമോ താങ്കൾ എന്നും താങ്കളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുകയാണ്. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എന്താണ് ആ വാക്ക്? ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നവർ, വഅദ് ചെയ്യുന്നവർ, ഖുതുബ പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അത് നേരത്തെ പറഞ്ഞത്, അവരെ അമിതമായി പുകഴ്ത്തിയാൽ, അതല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് പ്രശംസിച്ചാൽ അവരെ നാശത്തിലേക്ക് തള്ളിവിടലാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ, വലിയ സദസ്സ്, ആളുകൾ ഇങ്ങനെ കരയുന്നു, ഇങ്ങനെ ഹൃദയസ്പർശിയായ പ്രസംഗങ്ങൾ, തീപ്പൊരി പ്രഭാഷണങ്ങൾ, ഇതൊക്കെ കേട്ട് നമ്മൾ തന്നെ വശലായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളെക്കാൾ ഞാൻ മെച്ചപ്പെട്ടു പോയോ എന്ന് എനിക്ക് തോന്നിയാൽ അത് എൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ് എന്ന് ചുരുക്കം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില മുൻഗാമികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ ലാ തജ്അൽനി ഇബ്റതൻ ലിഗൈരി. അല്ലാഹുവേ, മറ്റുള്ള ആളുകൾക്ക് ഗുണപാഠമായി നീ എന്നെ ആക്കരുതേ. മറ്റുള്ള ആളുകൾക്ക് പേടിക്കാനും ഭയപ്പെടാനും പേടിച്ച് വിറക്കാനുമൊക്കെ ഒരു ഗുണപാഠമായി നീ എന്നെ ആക്കിക്കളയരുതേ എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് ആളുകൾക്ക് ഗുണപാഠമാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ഒരാൾ നശിച്ചു, അയാളുടെ നാശം മറ്റുള്ളവർക്ക് ഗുണപാഠമാവുക എന്നതിനെ തൊട്ട് മുൻഗാമികൾ കാവലിനെ ചോദിക്കുകയാണ്. അള്ളാഹുവേ, അങ്ങനെ നീ ആക്കരുതേ. അല്ലാഹുമ്മ ലാ തജ്അൽനി ഇബ്റതൻ ലിഗൈരി. അള്ളാഹുവേ, മറ്റുള്ളവർക്ക് ഗുണപാഠമായിക്കൊണ്ട്, ഒരു പാഠമായിക്കൊണ്ട് നീ എന്നെ ആക്കരുതേ. വലാ തജ്അൽ ഗൈരി അസ്അദ ബിമാ അല്ലംതനി മിന്നി. അള്ളാഹുവേ, നീ എനിക്ക് പഠിപ്പിച്ച വിജ്ഞാനം കൊണ്ട് ഞാനല്ലാത്തവർ എന്നേക്കാൾ സൗഭാഗ്യത്തിലെത്തുന്നതിനെ തൊട്ടും എന്ന് പറഞ്ഞാൽ, അള്ളാഹു എനിക്ക് ഒരുപാട് വിജ്ഞാനം നൽകി, പക്ഷേ ആ വിജ്ഞാനം കൊണ്ട് ഞാൻ സൗഭാഗ്യത്തിലെത്താതെ കേൾക്കുന്ന ആളുകൾ മാത്രം എത്തിപ്പോവുക എന്നതിനെ തൊട്ട് കാവലിനെ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രബോധകർ, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ, ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നവർ അങ്ങേയറ്റം പേടിക്കണമെന്നാണ്. കാരണം എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന് ഉജുബ് കടന്നു വരിക അങ്ങനെയുള്ള ആളുകളിലേക്കാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് അതുമാത്രമാണ്. ആ ഒരു ഭയപ്പാട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അത് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഗുണപാഠകമാണ്. നമുക്കെല്ലാവർക്കുമുള്ള, ചിന്തിക്കാൻ മാത്രമുള്ള വാക്കുകളാണത്. നമ്മളെല്ലാവരും അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്ത് ഒരു ഹദീസും അതുമായി ബന്ധപ്പെട്ട്, മൊത്തത്തിൽ റുജുവുമായി ബന്ധപ്പെട്ട് ചില ഗുണപാഠങ്ങളുമുണ്ട്. നമുക്ക് അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, സൂക്ഷിക്കുന്ന, സ്വന്തത്തിൽ അവലംബിക്കാത്ത, അത്ഭുതം കൂറാത്ത ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.